മാരകലഹരികൾ പൊതുസമൂഹത്തിൽ ഭയാനകമായ വിപത്തുകൾ വാരിവിധിക്കുകയാണെന്നും പൊതുസമൂഹം ജാഗ്രതയോടെ നിലകൊള്ളണമെന്നും പ്രവർത്തിക്കണമെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ആഗോള ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് പാലാ അൽഫോൺസ കോളേജിൽ തുടക്കമിട്ട ലഹരിവിരുദ്ധ മാസാചരണ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. മയക്കുമരുന്നുകളോട് വലിയ നോ പറയുക എന്നത് യുവതലമുറയും ഇളം തലമുറയും ശീലമാക്കണം. ലഹരി ഉപയോഗിക്കുന്നവർ ഭ്രാന്തമായ മാനസികാവസ്ഥയിൽ അക്രമകാരികളായി മാറുകയാണ്. കണ്ണിൽ കാണുന്നതെല്ലാം ലഹരിയുടെ പിരിമുറുക്കത്തിൽ അടിച്ചു തകർക്കുകയാണിവർ. വസ്തുക്കളോ ജീവനുകളോ വാഹനമെന്നോ അവർ തിരിച്ചറിയുന്നില്ല. ലഹരിയുടെ വ്യവസ്ഥിതിക്ക് നാം തടയിടണം. മാരക ലഹരി വ്യാപാരികൾ കുറ്റവാളികളും കൊലയാളികളുമാണെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ബിഷപ്പ് ആവർത്തിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. നാട്ടിലുടനീളമുണ്ടായിരുന്ന പുകവലിശീലം നല്ല അളവിൽ കുറയാൻ ബോധവൽക്കരണം ഗുണം ചെയ്തിട്ടുണ്ട്. അപമാനമാണെന്ന തോന്നലും ഒരു കാരണമാണെന്നും സമ്മേളനത്തിലെ മുഖ്യാതിഥിയായിരുന്ന സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പും KCBC ടെബറൻസ് കമ്മീഷൻ വൈസ് ചെയർമാനുമായ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയും രൂപത പ്രസിഡന്റുമായ പ്രസാദ് കുരുവിള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാമപുരം സെന്റ് അഗസ്റ്റിൻ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർ അഗസ്റ്റിനോസ് കോളേജ് ടീം അംഗങ്ങൾ ഫ്ലാഷ് മോബും സെന്റ് അഗസ്റ്റീൻസ് SHSS ടീം ലഹരി വിരുദ്ധ നൃത്തശില്പവും അവതരിപ്പിച്ചു. NSS ടീം അംഗങ്ങൾ ദീപശിഖയേന്തി സമ്മേളനത്തോട് കൂറ് പ്രഖ്യാപിച്ചു. കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അക്ഷയ് KR, രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളറമരുത്തുങ്കൽ, മാർ അഗസ്റ്റിനോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാടൻ, HSS പ്രിൻസിപ്പൽ ഡിക്റ്റോ സെബാസ്റ്റ്യൻ, ഹെഡ്മാസ്റ്റർമാരായ സാബു തോമസ്, ജാനറ്റ് കുര്യൻ, സാബു എബ്രഹാം, ഫാദർ ജോസഫ് ആലഞ്ചേരി, ജോസ് കവിയിൽ, സിനി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും കോളനികൾ, ബസ് സ്റ്റാൻഡുകൾ, ടാക്സി സ്റ്റാൻഡുകൾ, ഡോർ ടു ഡോർ ഭവന സന്ദർശന പരിപാടികളിലൂടെയും നിരവധി ലഹരി വിരുദ്ധ മാസാചരണ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. ലഹരി പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കണം. ലഹരി പൂർണ്ണമായിട്ട് ഒഴിവാക്കാത്ത ഒരു സമൂഹത്തിനും ഭാവിയില്ല, നിലനിൽപ്പില്ല. അവർക്ക് കാലം നിൽക്കാൻ പറ്റുകയൊന്നും പിന്നെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ലഹരി. ഒരുപാട് ലഹരികളുണ്ട്. അതിലിവിടെ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഉദ്ദേശിക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളുമാണ്. 24 മണിക്കൂറും TV കാണണം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ലഹരിയാണ്. എല്ലാ ലഹരികളും വിപത്തുകള് ഉണ്ടാക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ മയക്കുമരുന്നുകൾ. ക്രൂരത, നരഹത്യ, നിർദ്ദയമായ ശാരീരിക പീഡനങ്ങള്, ഇരയുടെ നിലവിളികള്, പീഡിപ്പിക്കലുകള്, ഇതെല്ലാം സമകാലിക മലയാളി സമൂഹത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ച 2 വിശിഷ്ടമായ വ്യത്യസ്തമായ ആർട്ട് മൂല്യങ്ങളും നമ്മളോട് സംസാരിച്ചത് അതുതന്നെയാണ്. ഇന്ന് കേരളത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ രോഗം ബാധിച്ച മലയാളി സമൂഹത്തിന്റെ അവസ്ഥയായിരുന്നു ആ 2 പ്രസന്റേഷൻസിലും നമ്മൾ കണ്ടത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളം ഹിംസാത്മകമായി കൊലയാണ് ഇവിടെ നടക്കുന്നത്. മയക്കുമരുന്നിന്റെ മാരക വ്യാപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് ഡർട്ടിയസ്റ്റ് ഗെയിമാണ്. ഏറ്റവും അപഹാസ്യമായ ഒരു കാര്യമാണ്. നമ്മളുടെ കേരളം ഉടനീളം ഇന്ന് മദ്യശാലകളുണ്ട്. നിയമങ്ങൾക്ക് ഇളവ് കൂടി വരികയാണ്, ബലഹീനമാവുകയാണ്. മയക്കുമരുന്ന് വ്യാപാരത്തിൽ പങ്കുകൊള്ളുന്ന ഹീന സംഘങ്ങൾ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്.
കേരള ജനതയ്ക്കാണ് ചിത്തഭ്രമം സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ എല്ലാവരും തന്നെ മന്ദബുദ്ധികളായിട്ട് കഴിയുന്നതിന് കാരണവും ഈ മയക്ക് മരുന്നുകളാണ്. ഹിംസാത്മകതയെ ആദർശവൽക്കരിക്കുന്ന സിനിമകളും സീരിയലുകളും വളരെയേറെയുണ്ട്. അടിയില്ലാത്ത, കൊലയില്ലാത്ത, വെട്ടില്ലാത്ത സിനിമയ്ക്ക് വേണ്ടത്ര ലഹരിയില്ല എന്ന് കരുതുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ. സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ലഹരി വിരുദ്ധ നിലപാട് സ്വീകരിക്കണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സാംസ്കാരിക മതസംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും ലഹരിക്കെതിരെയുള്ള പോരാട്ടം മുഖ്യ അജണ്ട ആയിട്ടെടുക്കണം. ഈ കോളേജ്, ഈ ഹയർ സെക്കൻഡറി ഇത്ര വലിയ താല്പര്യം ഈ കാണിച്ചത് നമുക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം വേണ്ടത്ര പ്രചരിക്കുന്നില്ല, വായിക്കപ്പെടുന്നില്ല, ശ്രദ്ധിക്കപ്പെടുന്നില്ല. ലഹരിക്കെതിരെ ബോധവൽക്കരണം, പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാം വളരെയേറെ നടത്തുന്ന ഒരു രൂപതയാണ് നമ്മൾ. ഞാൻ ഷാഫിയച്ചനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പ്രസാദ് ഗുരുവിളെ പ്രത്യേകിച്ച് ഞാൻ അനുമോദിക്കുകയാണ്. പ്രധാന സെന്റേഴ്സിലെല്ലാം ലഹരി വിരുദ്ധ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്, ലഹരി വിരുദ്ധ ക്ലബുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്, കർമ്മസമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടികള് ലഹരി മുക്ത ക്യാമ്പസുകളിൽ ജീവിക്കണമെന്ന് നിർബന്ധമുണ്ട് നമുക്ക്. ഹോസ്റ്റലുകളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. മാതാപിതാക്കള് ഹോസ്റ്റലുകൾ സന്ദർശിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നല്ലോ, ഡ്രഗ് വ്യാപാരികളെ കുറിച്ചാണ്. ദേ ആർ ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ്. പരിശുദ്ധ അത്രയും കട്ടിയായ വാക്കുകൾ സാധാരണ ഉപയോഗിക്കുന്നയാളാണ്. മയക്കുമരുന്ന് വ്യാപാരികളെ ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ്